മര്യാദക്ക് നേരാക്കിട്ട് പോയാ മതി നിങ്ങള്. ഇവിടെ ആൾക്കാർ വരുമ്പോ ഓരോന്ന് പറയാണ് വാഷ് ബേസിന്റെ അവിടേക്ക് പോവാൻ വയ്യ മണക്കണെന്ന്. എങ്ങനെ മണക്കാതെ ഇരിക്ക? 4 പുറക്കേയും തുപ്പി അരപ്പാക്കി വെച്ചിക്കണ്. ഞാനത് നേരെ പോയിട്ട് നേരാക്കണം. ഇത്ര വൃത്തിയില്ലാത്തൊരു തള്ള. അത് നേരാക്കിട്ട് നിങ്ങൾ പോയാ മതി. ഏത് നേരും മനസ്സിന് സുഖം സൂര്യമില്ലാത്തൊരു കൊരേൻ. എന്തേലും മരുന്നെടുത്ത് കുടിക്കുവാവും ചെയ്യൂല. ഉമ്മാന്റെ മരുന്നൊക്കെ കഴിഞ്ഞിരിക്കണ കൊരന്റെ. അതൊന്ന് വാങ്ങി തരുവജ്. മകളുണ്ടല്ലോ, മകളോടാണ് പറഞ്ഞാളിട്ടാ മരുന്ന് കൊടുന്നേരാന്. എന്നും ഈ മകൻ തന്നെ വാങ്ങണമെന്നില്ല. പണിയും കൂടി ഇല്ലാതെ ഇരിക്കണം ആ പാവം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് മരുന്ന് വാങ്ങി തന്നത് കൊരക്കാണ് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണത്? ഒന്നിച്ചെടുത്ത് കൗത്താണ് അണ്ണാക്കക്ക്. മര്യാദക്ക് കുറച്ചൊക്കെ എടുത്ത് ഉപയോഗിക്കുക. വേറെ ആരും ഇവിടെ ചെലവിനൊന്നും തരാനില്ല. പറഞ്ഞൊന്നും വേണ്ട. അത് ക്ലീൻ ആക്കിട്ട് പോയാ മതി നിങ്ങള്. ഞാൻ വന്നു നോക്കുമ്പോ എന്തേലും കാണിട്ട് ഞാൻ അതില്. രണ്ടു ചോറ് തിന്നട്ടെ. ഓ ചമക്കണ ചമ കണ്ടില്ലേ? നല്ല ആടോള് ചമക്കണ പോലെ. നല്ല വിഷമീന്ന് ആണ് ഞാൻ അടുത്ത് തിന്നത്. ഓ വിഷക്കലിപ്പ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അത് വിചാരിച്ചിട്ട് 4 നേരം വെട്ടി വിടുങ്ങണമൊന്നുമില്ല. തടിയോണ്ടിട്ട് വെജ് ചെയ്യുന്നു. തിന്നലിനൊരു കുറവുമില്ല. 2 നേരം ചൂടുള്ള ചോറേ ഇറങ്ങുള്ളൂ. നാളെ മുതൽ ഞാൻ രാവിലെ അത് വെക്കും. അതന്നെ ഞങ്ങൾ രാത്രി തിന്നേണ്ടി വരും. പിന്നെ കൂട്ടാന് മീനൊന്നും വല്ലാതെ തിന്നൊന്നും വേണ്ട. നിക്കും വേണം. ഞാൻ ഇവിടെ മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ ഞാൻ കൂട്ടലുണ്ട്. ഒരു ദിവസം മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോ 1 ദിവസം തന്നെ തികയണില്ല. ഇനി മീനൊന്നും വല്ലാതെ കൂട്ടണ്ട. ഉണക്കൽ മീൻ ഉണ്ട് ഫ്രിഡ്ജിൽ. അത് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കണ്ട്. അത് എടുത്ത് തിന്നാ മതി. ഓ തീറ്റ കണ്ടാല് ആർത്തിപ്പണ്ടാരം.